Hi everyone, this is Abin from Evika. അങ്ങനെ നമ്മുടെ iOS 16ന്റെ ഇൻട്രൊഡക്ഷനിൽ ആപ്പിൾ പറഞ്ഞ പോലെ iOS ഫീച്ചേഴ്സിൻ്റെ ഒരു സെക്യൂരിറ്റി റെസ്പോൺസ് ആപ്പിൾ ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് ഏകദേശം വന്നിരിക്കുന്നത് 94 MB ഐഫോൺ 11ൽ. മിക്കവാറും എല്ലാ ഡിവൈസിലും ഒരു 100-150 MB ഉള്ളിലായിരിക്കണം ഈ ഒരു അപ്ഡേഷനും വന്നിട്ടുണ്ടാകുന്നത്. പിന്നീട് ഈ ഒരു അപ്ഡേഷൻ നോക്കുമ്പോൾ തന്നെ അറിയാം iOS സെക്യൂരിറ്റി റെസ്പോൺസ് 16.2a എന്ന്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു iOS 16.2ൻ്റെ എല്ലാ ബീറ്റ ടെസ്റ്റ് റണ്ണേഴ്സിനുമാണ് ഈ ഒരു ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു iOS 16.2 ഒഫീഷ്യലി റിലീസ് ചെയ്യുമ്പോഴും നമ്മുടെ ഈ ഒരു സെക്യൂരിറ്റി റെസ്പോൺസിൻ്റെ ഈ ഒരു അപ്ഡേഷൻ എല്ലാ യൂസേഴ്സിനും റോൾ ഔട്ട് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ ഈ ഒരു അപ്ഡേറ്റ് നമുക്ക് നോക്കുമ്പോൾ അറിയാം ഇതൊരു റാപ്പിഡ് സെക്യൂരിറ്റി റെസ്പോൺസ് ആണ്. അതേപോലെ തന്നെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും പിന്നെ എല്ലാ യൂസേഴ്സിനും ഇത് റെക്കമെൻഡും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ബീറ്റ ടെസ്റ്റ് റണ്ണേഴ്സിനും ഈ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും അവർ ചെയ്തിരിക്കണം. പിന്നീട് ഇവിടെ നമുക്കൊരു ബ്ലൂ കളറിൽ ലിങ്ക് കാണാൻ പറ്റും. ആ ലിങ്ക് നമ്മൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നേരെ റീഡയറക്റ്റായിട്ട് പോകുന്നത് ആപ്പിളിലെ നേരെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് ആണ്. ഇവിടെ നമ്മൾ താഴത്തേക്ക് പോകുമ്പോൾ ഇപ്പം നമുക്ക് ഈ ഒരു iOS 16.2ൻ്റെ ആ റാപ്പിഡ് അപ്ഡേറ്റിൻ്റെ അല്ലെങ്കിൽ റാപ്പിഡ് സെക്യൂരിറ്റിയുടെ ഓപ്ഷൻ ഒന്നും കാണുന്നില്ല. ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് tvOS 16.1.1 ആണ്. ഈ ഒരു ബഗ് ഫിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആപ്പ് ഇൻസ്റ്റാളേഷൻ്റെ ഒരു ബഗ് ഫിക്സ് ആണ് ഇപ്പോൾ ടിവിയിൽ വന്നിരിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അപ്ഡേഷനെ പറ്റി പറയാൻ തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെ എല്ലാവരെയും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ആപ്പിൾ രീതിയിലുള്ള അപ്ഡേറ്റ്സും ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പം തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാൻ പറ്റും. പിന്നീട് ഈ ഒരു അപ്ഡേഷൻ്റെ കാര്യത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ ഈ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു റാപ്പിഡ് സെക്യൂരിറ്റി റെസ്പോൺസ് ആണ്. ഈ ഒരു അപ്ഡേറ്റ് ഞാനിപ്പോഴും ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള കാരണം ഈ ഒരു അപ്ഡേറ്റ് റാപ്പിഡ് ആയതുകൊണ്ട് തന്നെ വേഗം അപ്ഡേറ്റ് ആകുമെന്നാണ്. നമ്മുടെ യൂഷ്വൽ അപ്ഡേറ്റ്സൊക്കെ കുറച്ചധികം നേരം നമുക്ക് എടുക്കാറുണ്ട്. പക്ഷേ ഈ ഒരു അപ്ഡേറ്റ് അങ്ങനെ നേരം എടുക്കില്ല എന്നാണ് ആപ്പിൾ പറയുന്നത്. അപ്പോൾ ലൈവായിട്ട് നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെയാണ് ഞാൻ ഈ ഒരു അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് ഇൻസ്റ്റാൾ നൗ കൊടുക്കാം. ഇൻസ്റ്റാൾ നൗ കൊടുക്കുമ്പോൾ എൻ്റെ പാസ്വേഡ് അടിക്കാൻ അവർ പറയുന്നുണ്ട്. ഞാനിപ്പോൾ പാസ്വേഡ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റും വെരിഫൈയിങ് സെക്യൂരിറ്റി റെസ്പോൺസ് എന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട്. നമ്മുടെ ഫോൺ ഇപ്പോൾ റീബൂട്ട് ആവാനായിട്ട് പോവുകയാണ്. ഈ ഒരു അപ്ഡേറ്റ് വരുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു iOS 16.1 ഇറങ്ങി. ആ ഒരു 16.1ൽ നമുക്ക് കുറച്ചധികം ബഗ്ഗുകളുണ്ടെന്ന് കരുതുക. ആ ഒരു ബഗ്ഗുകൾ മാറ്റാനായിട്ട് ആപ്പിൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. അതിനുശേഷം ഇപ്പോൾ നമുക്ക് iOS 6ൻ്റെ ഒരു അപ്ഡേഷൻ വന്നു കഴിഞ്ഞാൽ ആ ഒരു അപ്ഡേഷനിൽ അല്ലെങ്കിൽ ബഗ് വന്നു കഴിഞ്ഞാൽ പിന്നെ iOS 16.1.1 എന്ന രീതിയിലൊരു പേരിൽ ആപ്പിളിന് ഒരു പുതിയ അപ്ഡേഷൻ ഇറക്കേണ്ടി വരും. പക്ഷേ ഇനി മുതൽ അങ്ങനെ ആയിരിക്കില്ല. ഈ ഒരു സെക്യൂരിറ്റി റെസ്പോൺസ് എന്ന് പറഞ്ഞ പേരിലായിരിക്കും ആ ഒരു അപ്ഡേഷൻ ഇനി വരാൻ പോകുന്നത്. നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ മനസ്സിലാവും എത്ര വേഗമാണ് നമ്മുടെ ആ അപ്ഡേഷൻ കഴിഞ്ഞിരിക്കുന്നതെന്ന്. നമുക്കിനി ജസ്റ്റ് ഒന്ന് നമ്മുടെ ഈ ഒരു ഫോണൊന്ന് അൺലോക്ക് ചെയ്യാം. നമ്മുടെ ഡിവൈസിൽ ആ ഒരു അപ്ഡേഷൻ നടന്നു കഴിഞ്ഞു. കാരണം ഞാൻ പറഞ്ഞു റാപ്പിഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നായിട്ടുള്ള ആ ഒരു അപ്ഡേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ സെറ്റിങ്സിൽ പോവുക, നമ്മുടെ എബൌട്ട് സെക്ഷനിൽ പോയി നമ്മുടെ സോഫ്റ്റ് വേർഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ് iOS 16.2a എന്ന്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും ആ ഒരു ഇപ്പോൾ നമ്മുടെ ആ ഒരു OSൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ബാറിൽ വന്നിട്ടുണ്ട്. പിന്നീട് നമ്മുടെ എബൌട്ട് സെക്ഷനിൽ പോവുകയാണെങ്കിൽ നമ്മുടെ സോഫ്റ്റ് വേർഷനിൽ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ നമുക്കിവിടെ iOS 16.2ൻ്റെ ഒരു ബിൽ നമ്പറും അതേപോലെ റാപ്പിഡ് സെക്യൂരിറ്റി റെസ്പോൺസിൻ്റെ ഒരു ബിൽ നമ്പറും നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് iOS 16.2a. പിന്നീട് ബിൽ നമ്പർ പറയുമ്പോൾ 20C77549440E എന്ന് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഇപ്പോൾ റിമൂവ് സെക്യൂരിറ്റി റെസ്പോൺസ് എന്ന ഓപ്ഷൻ ഉണ്ട്. പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ആപ്പിൾ ആ ഒരു ഓപ്ഷൻ മിക്കവാറും എടുത്ത് കളയാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഈ ഒരു അപ്ഡേറ്റ് റിമൂവ് ചെയ്യുമ്പോൾ പിന്നീട് സെക്യൂരിറ്റി അപ്ഡേറ്റ് നമ്മുടെ ഫോണിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ എൻ്റെ അറിവിൽ മിക്കവാറും അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് മിക്കവാറും ആ ഒരു ഓപ്ഷൻ ആപ്പിൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും എടുത്ത് മാറ്റുന്നതായിരിക്കും. അതിപ്പോൾ ബഗ്ഗുകളുടെ കാര്യം പറയുമ്പോൾ നേരത്തെ ഉണ്ടായ ബഗ്ഗുകളുടെ ഇഷ്യൂ നമ്മുടെ ആപ്പിൾ ഫോണിൽ നിന്ന് റിമൂവ് ചെയ്യാനാണ് ആപ്പിൾ ഇപ്പോൾ ഈ ക്വിക്ക് എമർജൻസി അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക ഫാസ്റ്റ് ആയിട്ടുള്ള റാപ്പിഡ് സെക്യൂരിറ്റി അപ്ഡേറ്റ് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു iOS 16 എന്ന് പറഞ്ഞ അപ്ഡേറ്റിന് ശേഷം കുറേ അധികം ഫോണുകൾക്ക്
നല്ല രീതിക്കുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതായത് നമ്മുടെ സ്ക്രീൻ ഫുൾ ബ്ലാക്ക് ആവുക, അതേപോലെ ടിൻഡഡ് ആവുക, പിന്നെ ഡിസ്പ്ലേ പോകുക, അതേപോലെ ഡിസ്പ്ലേ ഫ്ലിക്കർ ചെയ്യുക അഥവാ ഗോസ് ഫ്ലിക്കറിങ് ഇഷ്യൂ, അങ്ങനെ നിരവധിയായ ഇഷ്യൂസ് ഇപ്പോൾ നമ്മുടെ ഐഫോണിൽ വരുന്നുണ്ട്. പണ്ട് ഐഫോണിൽ നമുക്കൊരു അപ്ഡേഷൻ വരികയാണെങ്കിൽ അല്ലെങ്കിൽ ആപ്പിളിൻ്റെ ഒരു അപ്ഡേഷൻ വരികയാണെങ്കിൽ കണ്ണും പൂട്ടി നമുക്കൊരു അപ്ഡേറ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഞാൻ തന്നെ എൻ്റെ വീഡിയോയിൽ 2 വട്ടം പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഒരു അപ്ഡേറ്റ് വന്ന ആ ഒരു അപ്ഡേറ്റിനെ പറ്റിയുള്ള റെസ്പോൺസ് അറിഞ്ഞിട്ട് മാത്രമാണ് നമുക്ക് ആ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ആപ്പിൾ ആണെങ്കിൽ പോലും അതൊരു ടെക്നോളജിയാണ്. ആ ഒരു ടെക്നോളജിയിൽ ബഗ്ഗുകൾ വരാം. ഇപ്പോൾ നല്ല രീതിക്കുള്ള ബഗ്ഗുകൾ ഐഫോണിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാ യൂസേഴ്സും നിങ്ങൾക്കൊരു പ്രൈമറി ഡിവൈസ് മാത്രമുള്ളെങ്കിൽ ആ ഒരു ഡിവൈസ് അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ ഒരു അപ്ഡേഷൻ വന്ന് ഒരു പബ്ലിക് ഒപ്പീനിയൻ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇതെൻ്റെ ഒരു ഓപ്ഷനാണ് അല്ലെങ്കിൽ എൻ്റെ ഒരു ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ എന്തായാലും സ്വീകരിക്കാം. അതേപോലെ നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ഞാൻ പറഞ്ഞ കാര്യമാണ്, നമ്മുടെ ഈ ഒരു ബഗ് എന്ന് പറയുന്നത് എല്ലാവർക്കും വരണം എന്നില്ല. ഇപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 100 പേരുടെ ഒരു സ്ഥലത്ത് ഒരാൾക്ക് പനിയുണ്ട്. ആ ഒരു പനി ചിലപ്പോൾ 10 പേർക്കായിരിക്കും സ്പ്രെഡ് ആവുക. ആ ഒരു 10 പേരുടെ ഉള്ളിൽ തന്നെ ആ പനി നിൽക്കുകയും ചെയ്യും. ബാക്കി 90 പേർക്ക് പ്രശ്നം ഉണ്ടാവില്ല. അതേപോലെയാണ് നമ്മുടെ സോഫ്റ്റ്വെയർ ബഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ 100 പേര് ഈ ഒരു iOS ഇൻസ്റ്റാൾ ചെയ്തു, അതിൽ 10-20 പേർക്ക് ചിലപ്പോൾ ബഗ് അടിക്കാം. ബാക്കി ഒരാൾക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല. അവരുടെ എല്ലാ പ്രോസസ്സിങ്ങും അതേപോലെ തന്നെ സെക്യൂരിറ്റി കാര്യങ്ങളും പിന്നെ പെർഫോമൻസും എല്ലാം അടിപൊളിയായിട്ട് നടക്കും. ആ ഒരു 20 പേർക്ക് ചിലപ്പോൾ നല്ല രീതിക്കുള്ള ബഗ് അടിക്കും. പിന്നീട് അടുത്ത വട്ടം അടുത്ത അപ്ഡേറ്റ് വരുമ്പോൾ ആ 20 പേർക്കും ഒരു മെഡിസിൻ കൊടുക്കുന്ന പോലെ തന്നെ പുതിയ അപ്ഡേറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ടാവും. ഈ ഒരു അപ്ഡേറ്റിനെ വിളിക്കുന്ന പേരാണ് നമ്മുടെ പോയിന്റ് ഇട്ടിട്ട് നമ്മൾ പറയുന്നത്. ഇപ്പോൾ iOS 16.1 വന്നു, പിന്നീട് iOS 16.1.1 എന്ന് പറയുന്നത് ഒരു ബഗ്ഗിനെ കില്ല് ചെയ്യാനായിട്ടാണ് ആപ്പിൾ ആ ഒരു അപ്ഡേറ്റ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി മുതൽ അങ്ങനത്തെ ബഗ്ഗും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പനിയുടെ കാര്യം അല്ലെങ്കിൽ ആ ഒരു ബഗ്ഗിൻ്റെ കാര്യം എല്ലാ കൂട്ടുകാരും ഇപ്പോൾ ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളുടെ അടുത്ത് ചോദിച്ചാലും ഈ ഒരു കാര്യം നിങ്ങൾക്ക് പറയാൻ പറ്റും. നിങ്ങൾക്ക് ഈ ഒരു ഇൻഫർമേഷൻസും എന്തായാലും ഹെൽപ്ഫുള്ളായെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതേപോലെ ഇറങ്ങുന്ന അടിപൊളിയായിട്ടുള്ള പുതിയ പുതിയ അപ്ഡേഷൻസിൻ്റെ കാര്യം നിങ്ങൾക്ക് എന്തായാലും അറിയാൻ പറ്റുന്നതാണ്. അതോടൊപ്പം ഞാൻ നിങ്ങളെ ഒന്നും കൂടെ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് വരുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സ് ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ്. അതെല്ലാം നിങ്ങൾക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴിയും അപ്ഡേഷൻസ് വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ തൊട്ടതാത്ത് കൊടുക്കുന്നുണ്ട്. ഗോ ഫോളോ മീ ഇൻ ഇൻസ്റ്റാഗ്രാം ടു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ഓൾ വീഡിയോ. This is Abin, Xavier, signing from Malayalam.